ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ KNK ഓട്ടോമൊബൈൽസ് ബൈ HR എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് GST ബെനിഫിറ്റിനെ കുറിച്ചാണ്. എന്താണ് GST ബെനിഫിറ്റ്? അപ്പോൾ പുതിയ വണ്ടികൾക്ക് എങ്ങനെയാണ് GST ബെനിഫിറ്റ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, വണ്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയും പ്രൈസ് കുറഞ്ഞത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ KNK ഓട്ടോമൊബൈൽസ് ബൈ HR എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു വണ്ടി വേണമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരു മാരുതി ഷോറൂമിലേക്ക് വരാൻ നേരത്തെ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ആൾട്ടോ K10 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ GST ബെനിഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഏകദേശം 93,000 രൂപയാണ് നമ്മുടെ GST ബെനിഫിറ്റായിട്ട് മാരുതി ആൾട്ടോയ്ക്ക് പ്രൈസിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു സെഡാൻ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ മാരുതിയിൽ തന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി തന്നെയാണ് ഡിസൈർ എന്ന് പറയുന്നത്. കാര്യം അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കാണെങ്കിലും ഇൻറ്റീരിയർ ലുക്കാണെങ്കിലും അടിപൊളി തന്നെയാണ്. പിന്നെ അതിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് നമ്മുടെ ഡിസൈറിൽ വരുന്നത്. അപ്പോൾ GST ബെനിഫിറ്റിനോട് അനുബന്ധിച്ച് തന്നെ ഈ വണ്ടിക്കാണെങ്കിലും ഡിസൈറിനാണെങ്കിലും നല്ല പ്രൈസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 88,000 രൂപ അടുത്താണ് ഡിസൈറിന് പ്രൈസിൽ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയം മാരുതി വണ്ടി എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സമയം തന്നെ ആയിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മാരുതിയിൽ നിങ്ങളൊരു SUV കാറ്റഗറി വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ബ്രസ എന്ന് പറയുന്നത്. കാര്യം വളരെ കോമ്പാക്റ്റഡായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ GST ബെനിഫിറ്റിനോടനുബന്ധിച്ച് നമ്മുടെ ഈ വണ്ടികൾക്ക്, ഈ മാരുതി ബ്രസയ്ക്ക് ഏകദേശം 1,12,000 രൂപ അടുത്താണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ മാരുതി സ്വിഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ യുവാക്കൾക്കാണെങ്കിലും അതേപോലെ ഒരു ഫാമിലീസിനാണെങ്കിലും പറ്റിയൊരു വണ്ടി തന്നെയാണ് മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ലുക്കിലാണെങ്കിലും അതിനകത്ത് വരുന്ന ഫീച്ചറിലാണെങ്കിലും എക്സ്പെഷ്യലി വണ്ടിയുടെ ഡ്രൈവിങ്ങിലാണെങ്കിലും അതിൻ്റെ എൻജിൻ പവറിലാണെങ്കിലും ഓവറോൾ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GST ബെനിഫിറ്റിനോടനുബന്ധിച്ച് മാരുതിക്ക് ഈ സ്വിഫ്റ്റിന് വന്നിരിക്കുന്നത് ഏകദേശം 70,000 രൂപയുടെ പ്രൈസ് ഡിഫറൻ്റാണ് പഴയതിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാരുതിയിൽ എൻക്വയറി വരുന്നൊരു മോഡലാണ് മാരുതി സെലിയറി എന്ന് പറയുന്നത്. കാര്യം സിറ്റി യൂസിനൊക്കെ ആണെങ്കിലും നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഡെയിലി യൂസേഴ്സിനാണെങ്കിലും സെലിയറിക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ട്. അതിന് GST ബെനിഫിറ്റിൽ നമുക്ക് വില കുറഞ്ഞിരിക്കുന്നത് ഏകദേശം 94,100 രൂപ അടുത്ത് GST ബെനിഫിറ്റ് നമ്മുടെ സെലിയറിയൊക്കെ കിട്ടുന്നുണ്ട്. വാഗനാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം സ്പേഷ്യസ് ഉള്ളൊരു വണ്ടി തന്നെയാണ് വാഗനാർ എന്ന് പറയുന്നത്. അപ്പോൾ വാഗനാറിനും നമ്മുടെ GSTയോടനുബന്ധിച്ച് പ്രൈസിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. വാഗനാറിന് വരുന്നത് ഏകദേശം 80,000 രൂപ അടുത്താണ് പ്രൈസ് ഡിഫറൻസ് വാഗനാറിന് വരുന്നത്. നേരെ എക്സ്പ്രസ്സോയിലേക്ക് നമ്മൾ വരാൻ നേരത്ത് ഒരു മാരുതി സെഗ്മെൻറ്റിൽ തന്നെ ഒരു 4 മീറ്ററോളം, അല്ലെങ്കിൽ സബ് 4 മീറ്റേഴ്സ് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ് എക്സ്പ്രസ്സോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്രസ്സോയുടെ നമ്മുടെ GST ബെനിഫിറ്റിൻ്റെ എത്ര രൂപ അടുത്ത് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,19,000 രൂപ അടുത്താണ് എക്സ്പ്രസ്സോയ്ക്ക് GST ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്. ഈ എർട്ടിക്ക എന്ന് പറയുന്നൊരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ GST ബെനിഫിറ്റിനോടനുബന്ധിച്ച് ഏകദേശം 50,000 രൂപ അടുത്താണ് പ്രൈസ് ഡിഫറൻറ്റ് എർട്ടിക്കയ്ക്ക് വന്നിരിക്കുന്നത്. തീർന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഒരു മാരുതി വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സമയം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ GST ബെനിഫിറ്റ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, മാരുതിയുടെ തന്നെ എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് ഒരു ഞങ്ങളുടെ ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഹരി സൈനിങ് ഓഫ്.